നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഈ വാഹന രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാൻ സമയമായോ എന്നുള്ളതാണ്. അപ്പോൾ സത്യത്തിൽ ഞാനും അക്കാര്യം ഞാനും കൺഫ്യൂസ്ഡ് ആണ്. കാരണം വെച്ചാൽ പലരും പല പ്രശ്നങ്ങളും പറയുന്നു. ചിലർ പറയുന്നു ഒരു കുഴപ്പമില്ല, ഗംഭീരമാണ്, ഞാൻ കുറേ കാലമായി എടുത്തിട്ടെന്ന് പറയുന്നു. ഞാൻ തന്നെ ഒരു ഇലക്ട്രിക് വാഹനം ഓടിക്കുന്നുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എങ്കിൽ പോലും ചോദിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി കുഴപ്പമില്ല എടുത്തോ എന്ന് പറയുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ് കുറവാണെന്നുള്ളതാണ് സത്യം. പക്ഷേ അങ്ങനെ വളരെ ശക്തമായി നിങ്ങൾ ഇലക്ട്രിക് വാഹനം എടുത്തോ എന്ന് പറയാൻ സാധ്യതയുള്ളൊരു കസ്റ്റമറെ ഞാൻ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതറിൻ്റെ 450X എന്ന ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ 2 ലക്ഷം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ആ സ്കൂട്ടറിൻ്റെ ഉടമയായിട്ടുള്ള സുധീർ മുഹമ്മദ് രാജയാണ് എൻ്റെ കൂടെയുള്ളത്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇതൊരു ഗംഭീര സംഭവമാണ്. 2 ലക്ഷം കിലോമീറ്റർ ഇലക്ട്രിക് സ്കൂട്ടറിന് ഓടാം എന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായി തെളിയിച്ച ആൾ ഇത് തന്നെയായിരിക്കും. ഇനി അങ്ങനെയല്ല, അതിൽ കൂടുതൽ ഓടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം. എന്തായാലും എൻ്റെ അറിവിൽ 2 ലക്ഷം കിലോമീറ്റർ ഓടി ഇലക്ട്രിക് സ്കൂട്ടർ ഇല്ല. ഒന്നാമത്തെ കാര്യം, ഇലക്ട്രിക് സ്കൂട്ടർ ഇറങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല, 2-3 വർഷമായിട്ടുള്ളൂ. തന്നെയുമല്ല, ഈ 2 ലക്ഷം കിലോമീറ്റർ ഓടണമെങ്കിൽ അപാരമായ ഓട്ടം വേണം. അത്രയും ഓട്ടമൊന്നും ആർക്കും ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇല്ല. ഇത്തരം കാരണങ്ങൾ കൊണ്ടാണ് ഇലക്ട്രിക് സ്കൂട്ടർ അധികം ഓടാത്തത്. പക്ഷേ ഇത് 2 ലക്ഷം കിലോമീറ്റർ ഓടി വെറും 3 വർഷവും 3 മാസവും കൊണ്ടാണ് ഓടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സുധീർ ഇതുകൊണ്ട് ചെയ്യുന്നതാണ് എനിക്ക് പ്രധാനം ചോദിക്കാനുള്ളത്. കാരണം ഇത്രയും കിലോമീറ്റർ ഓടണമെങ്കിൽ ഇതെന്താണ് ജോലി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടും ഇതിൻ്റെ ബാറ്ററിക്ക് യാതൊരു പ്രശ്നമില്ല, ഇതിന് സർവീസ് ഇഷ്യൂസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഏതറിനെ പറ്റി അങ്ങനെ പൊതുവെ അത്തരം ഇഷ്യൂസ് ഒന്നും കേൾക്കാറുമില്ല. അപ്പം നമുക്ക് ഈ വാഹനത്തെ പറ്റിയും അതുപോലെ സുധീറിനെ പറ്റിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സുധീർ, ഇത് എന്തോട്ടമാണിത്? 3 വർഷം കൊണ്ട് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആലപ്പുഴ പോലൊരു സ്ഥലത്ത് 2 ലക്ഷം കിലോമീറ്റർ ഓടണമെങ്കിൽ എന്താണ് ചെയ്യുന്നത് സുധീർ? ഞാൻ ചെയ്യുന്നതിൽ ചുരുക്കി പറഞ്ഞാൽ മീൻ കച്ചവടം തന്നെയാണ്. അത് ഓൺലൈൻ വഴിയായി ബിസിനസ് ചെയ്യുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അത് കസ്റ്റമറുണ്ട്. അപ്പോൾ അവർ അപ്ഡേഷൻ ചെയ്ത് അവർ ഓർഡർ സ്വീകരിച്ചിട്ട് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും, ക്ലീൻ ചെയ്ത്. ശരി, അങ്ങനെ അത് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അത് ആലപ്പുഴ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്? ആലപ്പുഴ ബേസ്ഡ് ആയിട്ടാണ്. എത്ര കിലോമീറ്റർ വരെയൊക്കെ, എത്ര ദൂരം വരെയൊക്കെ മീനൊക്കെ എത്തിച്ചു കൊടുക്കും? 10 കിലോമീറ്റർ ചുറ്റളവിൽ, അതായത് അമ്പലപ്പുഴ ടു മണ്ണഞ്ചേരി അത്രയും ഉണ്ട്. അത്രയും വൈഡാകുമ്പോൾ കാര്യം കോവിഡിന് മുമ്പേ തന്നെ തുടങ്ങിയത്. കോവിഡ് ആയപ്പം മീൻ കിട്ടാത്തൊരവസ്ഥയായി. മീൻ കിട്ടാൻ വേറൊരു മാർഗ്ഗമില്ല. അപ്പം ഇങ്ങനെ നമ്മുടെ ഇവിടെയുള്ള കസ്റ്റമേഴ്സൊക്കെ അങ്ങനെ പറഞ്ഞ് ഇത്ര ദൂരത്തുനിന്ന് ആൾക്കാർ ഓർഡർ ചെയ്ത് അങ്ങനെ വൈഡായതാണ്. അപ്പോൾ ഈ 10 രൂപയുടെ മത്തിക്ക് 15 രൂപ വാങ്ങിക്കണ്ടേ അമ്പലപ്പുഴ കൊണ്ട് കൊടുക്കുമ്പോൾ? അപ്പോൾ തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ അത് ഒരു മാർജിൻ ഇടും. പിന്നെ ഒരു സർവീസ് ചാർജ്, ഡെലിവറി ചാർജും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ പെട്രോൾ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പം അത്ര ലോങ് ആകുമ്പോൾ അവർക്കും സ്വാഭാവികമായിട്ട് അറിയില്ല ഇത്ര ദൂരം ഓടി വെച്ച് വരാൻ. അവരത് തരാൻ തയ്യാറായിരുന്നു. പിന്നത്തെ കാര്യം മീനൊന്നും ഇട്ടില്ല, മാർഗ്ഗമില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ആണ് ഇങ്ങനെ വൈഡായത്. ആ കസ്റ്റമർ ഇപ്പോഴും ഉണ്ട്. കുറച്ച് പേരൊക്കെ ക്ലീൻ ചെയ്താണ് കൊണ്ട് കൊടുക്കുന്നത് അതോ? അതെ, ആവശ്യപ്രകാരം ക്ലീൻ ചെയ്തു. അപ്പം ചെറിയ കുടുംബം പിന്നെ എല്ലാ ജോലിക്കാർ ഉദ്യോഗസ്ഥരൊക്കെ അവർക്കൊക്കെ ഇത് സമയമില്ലാത്തതുകൊണ്ട് അവരത് ഓർഡർ ചെയ്യും. ചിലപ്പോൾ അവർ ഡ്യൂട്ടിക്ക് പോയിട്ട് വരുമ്പോൾ മതി, അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിലാണ് ചെയ്തു വന്നത്. അപ്പോൾ ഈ കോവിഡിന്റെ കാലത്ത് പെട്രോൾ സ്കൂട്ടറിലായിരുന്നു ഇത് കൊണ്ട് കൊടുത്തത്? അത് തന്നെ. അന്ന് അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല. അന്ന് ഇത്രയും ലാഭമല്ല, അവരെ ചൈനീസ് വണ്ടി മാത്രമേ ഉള്ളൂ. അതൊന്നും നടക്കത്തില്ല. നമുക്ക് ഇത് കണ്ടിന്യൂ ആയിട്ട് ഇത്രയും സമയത്ത് എത്തിക്കുകയും ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പിന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോവിഡ് വന്നപ്പം എല്ലാവരും ഓൺലൈൻ, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓൺലൈൻ ചെയ്തപ്പോൾ പിന്നെ അവർക്ക് തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാതായി. ദൂരത്തിൽ ചിലപ്പോൾ താമസിക്കും. ചിലപ്പോൾ 2 മണി 3 മണിയൊക്കെയാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എല്ലാ ജംഗ്ഷനിലും ഇങ്ങനെ ആയപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഡെലിവറി ചാർജും ഉണ്ട്. അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ഇത് താല്പര്യമില്ലാതായി, കുറച്ച് കച്ചവടം കുറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ചത് ഡെലിവറി ചാർജ് ഇല്ലാതെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഇലക്ട്രിക് വണ്ടി, ആ സമയത്താണ് ആ ഒരു തുടക്കം. അപ്പോൾ അത് 3 വർഷവും 3 മാസവുമായി. അതെ. ആ സമയത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ, സ്കൂട്ടറുകൾ പൊതുവെ ആൾക്കാർക്ക് എടുത്ത് തുടങ്ങുന്നുള്ളൂ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ. അപ്പോൾ ആരോടാ ചോദിച്ചത് ഇതിനെപ്പറ്റിയൊക്കെ? ഇത് എടുക്കുന്നതിൽ തെറ്റുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ? ഞാനിങ്ങനെ നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഈ ജോലി നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എങ്ങനെ. അപ്പം ഇലക്ട്രിക് വണ്ടിയുണ്ട്, പക്ഷെ അത് നിലവിലുള്ളതൊക്കെ ഇങ്ങനെ ചൈനീസിൻ്റെ ഒക്കെ വണ്ടിയാണ്. അപ്പോഴാണ് ഇങ്ങനെ ഓലെ കേട്ട് അറിയുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഒരു ചെറിയ വരുമാനം നമുക്ക് നമ്മുടെ വണ്ടി ബോക്സിനെ വെക്കാനൊരു, അതിൻ്റെ ഫ്രണ്ട് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ബമ്പുണ്ട്, അത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനതിനെ കുറച്ച് വെച്ചു. പിന്നെ ഏതറി വന്നത്. അപ്പോൾ ഏതാകുമ്പോൾ വില കൂടുതലാണ്, കാര്യങ്ങളൊക്കെ ആയാലും ശരി, നമ്മൾ ആ ഒരു ക്വസ്റ്റൻ മാറി. അങ്ങനെ കുറച്ചൊക്കെ യൂട്യൂബിലൊക്കെ അന്വേഷിച്ച് വേറെ ഇവിടെ പുറത്തന്വേഷിക്കാനൊന്നും വലിയ ആടൊന്നും ഇല്ല. 1-2 പേർക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു KCB ജോലിയുള്ള ഉദ്ദേശം. അപ്പം പുള്ളിക്കാരനെ കണ്ട് സംസാരിച്ച പുള്ളി ഇങ്ങനെ വണ്ടി തന്നു, എനിക്ക് ടെസ്റ്റ് ട്രെയിൻ തന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട്. അങ്ങനെ എന്തായാലും ശരി, അത് കൺഫേം ചെയ്ത് വണ്ടി. അന്ന് Gen 2 ആയിരുന്നു ഞാനിത് സംസാരിക്കുമ്പോൾ, ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് Gen 2 ബുക്ക് ചെയ്ത് എനിക്ക് കിട്ടുന്നത് Gen 3.
അങ്ങനെയാണ് അതായത്. അപ്പോൾ ശരിക്കും ഈ പെട്രോൾ സ്കൂട്ടർ ഓടിച്ചു കൊണ്ടുപോയി നമ്മൾ ഡെലിവറി ചെയ്യുന്ന സമയത്തിനേക്കാളും എത്രത്തോളം ലാഭം വരുന്നുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡെലിവറി ചെയ്ത് ഈ ഇലക്ട്രിക് ചെയ്യുമ്പോൾ? നല്ല വ്യത്യാസമുണ്ടല്ലോ. അതായത് ഒന്നത്തെ കാര്യം നമ്മുടെ ചിലവ്. ഇപ്പം അവരിൽ നിന്ന് ഡെലിവറി ചാർജ് വാങ്ങിച്ചാൽ തന്നെ നമുക്ക് ചിലവുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പിന്നത്തെ കാര്യം നമ്മൾ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ചാർജിങ്ങുള്ള ഒരു കണക്കൂട്ടൽ നമുക്ക് വേണം. ഇത്ര കിലോമീറ്റർ ഞാൻ ഓടും, എനിക്ക് ചാർജ് ചെയ്യണം, അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ ലാഭം എന്ന് വെച്ചാൽ മറ്റുള്ള വണ്ടിയൊക്കെ ഞാൻ ഒരു 2-3 വണ്ടി ഞാൻ ഇതിനു വേണ്ടി തന്നെ ഉപയോഗിച്ചു തന്നെ ഒരു 50,000 കിലോമീറ്റർ 60,000 കിലോമീറ്റർ ഒരു വർഷം 1-2 വർഷം ആകുമ്പോൾ തന്നെ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ തരാറ് തീർച്ചയായിട്ടും വരും. എഞ്ചിൻ പണി പോലുള്ള എന്തെങ്കിലുമൊക്കെ പണി വരും. അപ്പം അത് എഞ്ചിൻ പണി ചെയ്തിട്ട് ഞാൻ ഒരു വർഷം പണി ഒരു 10-12,000 രൂപ മുടക്കി എഞ്ചിൻ പണിതിട്ട് നമ്മുടെ ഓട്ടോന്നല്ലേ വളരെ ഫാസ്റ്റായിട്ട് എല്ലാവരും ഒരേ ടൈമിനാണ് ഓർഡർ ചെയ്യുന്നത്. എല്ലാവർക്കും ഏകദേശം ഒരേ ടൈമിന് എത്തിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എഞ്ചിൻ പണിത വണ്ടി ആയതുകൊണ്ട് പതുക്കെ പോകണം, അങ്ങനെ അത് നടക്കത്തില്ല. അപ്പോൾ അത് വീണ്ടും കംപ്ലൈൻറ്റ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഹാർട്ട് പേഷ്യൻറ്റിൻ്റെ അവസ്ഥയാണ് നിങ്ങളുടെ വണ്ടി, ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുക. അപ്പോൾ അത് പഴയ കണക്ക് ഓടാൻ പാടില്ല. നിങ്ങൾ പതുക്കെ സർവീസ്, അതായത് എഞ്ചിൻ പണിത വണ്ടിയാകുന്ന രീതി കണക്കൂട്ടി തന്നെ ഇത് കൊണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ പല കണക്കുകളും പ്രതീക്ഷിച്ചാലും നടക്കത്തില്ല. അതോടെ മാറ്റി പിന്നെ നമുക്ക് എഞ്ചിൻ പണി ചെയ്യലും നിർത്തി. അങ്ങനെയാണ് ഇത് തീർച്ചയായിട്ടും മാറിയത്. അപ്പം എത്ര കിലോമീറ്റർ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇതിന് റേഞ്ച് ഏകദേശമൊക്കെ? സാധാരണ 110 എതിർ പറയുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവിങ്ങിൽ കുറച്ചും കൂടെ ഒക്കെ ഒരു 130 കിട്ടും. പിന്നെ തീർച്ചയായിട്ടും കിട്ടും. പക്ഷേ ഏതറിന്റെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഏതർ അവർ പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആ സ്റ്റൈല്? ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഏതൊക്കെ ഓടിക്കുന്നുണ്ടോ, എങ്ങനെയാ കൂടുതൽ റേഞ്ച് കിട്ടുന്ന സ്റ്റൈൽ? 4 മോഡുണ്ട്, അറിയാമല്ലോ. ആ മോഡ് ഇത്ര കിലോമീറ്റർ എക്കണോമിൽ ഇത്ര സ്പോട്ട് അങ്ങനെയൊക്കെയാണ്. പക്ഷേ എൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞാൽ മോഡിലല്ല റേഞ്ച് കിട്ടുന്നത്. മോഡ് ചേഞ്ച് ചെയ്തെന്ന് വെച്ചാൽ റേഞ്ച് കൂടുതൽ കിട്ടണം അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് വാർപ്പ് ഏറ്റവും ടോപ്പ് മോഡലിൽ തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈൽ, അതായത് ഒരുപാട് ഫോട്ടോ കൊടുക്കാതെ ഉള്ള ഒരു 40 ആ രീതിയിൽ ഓടുവാണെങ്കിൽ ഏത് മോഡിലായാലും ശരി 120, 130 നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യമായിട്ട് നമ്മൾ 10, 60, 75 പോകണമെങ്കിൽ ഈ 130, 80 കുറയും. അതുണ്ടാവും. അപ്പൊ ഇനി ഇതിലേക്ക് വരാം. ഇതിന്റെ സർവീസ് എങ്ങനെയുണ്ട്? സർവീസ് മൊത്തത്തിൽ സർവീസ് ഞാൻ ചെയ്ത EVM ആലപ്പുഴയിലാണ് ചെയ്യുന്നത്. നല്ല, എനിക്ക് നല്ല സന്തോഷം തന്നെ. അവരുമായിട്ടൊക്കെ ഇപ്പോഴും ഇത്ര നാൾ അവിടെ പോയിട്ടും നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഈ 2 ലക്ഷം കിലോമീറ്റർ ഓടിയപ്പോൾ എന്താണ് ഒരു മേജർ സർവീസ് വേണ്ടി വന്നത്? എന്തെങ്കിലും വന്നോ? ഇല്ല, അങ്ങനെ മേജർ സർവീസ് എന്ന് പറയാനില്ല. സാധാരണ ഇതിലെ തേയ്മാനത്തിന്റെ ഭാഗമായിട്ട് ബെൽറ്റ്, പിന്നെ ടയറൊന്നും പറയണ്ട, ബെൽറ്റ്, ഷോക്ക് അബ്സോർവർ 2 വർഷം മാറിയിട്ടുണ്ട്. പിന്നെ സ്റ്റാൻഡ്, നമ്മൾ കാരണം ഈ ഇങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ട് എപ്പോഴും 5 കിലോമീറ്റർ 10 കിലോമീറ്റർ നമ്മൾ സ്റ്റാൻഡ് ചെയ്യില്ല. ആ രീതിയിലാകുമ്പോൾ സ്റ്റാൻഡിന് തേയ്മാനം കൂടും. അങ്ങനെ 2 വർഷം സ്റ്റാൻഡ് മാറിയിട്ട് മറ്റുള്ള മേജറായിട്ട് സാർ ഉദ്ദേശിച്ചത് മേജറായിട്ടുള്ള ബാറ്ററി, UPS, അതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ സന്തോഷം തന്നെ. പിന്നെ ഇങ്ങനെ ഈ സ്റ്റാൻഡും ഷോക്ക് അബ്സോർവും പിന്നെ 1-2 വർഷം വീണിട്ടുണ്ട് വണ്ടി. വീണിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും ഞാൻ ഇപ്പോഴും മാറിയിട്ടെ. ചെറിയ പാടും പുള്ളി എന്നല്ലാതെ നന്നായിട്ട് വീണ് ഒരു ദിവസം പട്ടി വട്ടം ചാടി എൻ്റെ ഇടയ്ക്ക് കുരുങ്ങിപ്പോയി പറ്റി. ഒരു കാറിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുന്ന പട്ടി. ഞാനിത് ഒച്ചയില്ലാത്തതുകൊണ്ട് തന്നെ അടുത്ത് ചെന്നപ്പോൾ അത് ഞെട്ടി ഉണർന്ന് ഓടി എൻ്റെ അടിയോട്ട് കയറി ഞാനോട്ട് വീണ്. പക്ഷെ ഞാൻ ഓർത്ത് വണ്ടി പൊട്ടിയിട്ടുണ്ടാവുന്നത്. വണ്ടിക്ക് ഇല്ലില്ല. അതൊക്കെ ആ കാര്യത്തിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് ആണെന്ന് നമ്മുടെ അനുഭവം കൊണ്ട് തന്നെ. സാധാരണഗതിയിലുള്ള സാധാരണ സർവീസിനൊക്കെ എത്ര രൂപയാകാറുണ്ട്? അത് എനിക്കൊരു 1 വർഷത്തേക്ക് സർവീസ് ഫ്രീ തന്നിരുന്നു. അത് കഴിഞ്ഞപ്പം പിന്നെ ഒരു 1000 രൂപ അടുത്ത് വരും. ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് സുധീർ എന്ത് പറയും? ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് കംഫർട്ടാണ്. അതായത് ഞാനിപ്പം 3 വർഷം കഴിഞ്ഞിട്ടുള്ള വണ്ടി ഉപയോഗിക്കുന്നത് അതിശയമാണ് എല്ലാവർക്കും. കാരണം ഞാൻ ഇത്രയും കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്നു. മുമ്പ് ഞാൻ പെട്രോൾ വണ്ടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ എറണാകുളത്ത് ഒരു ലോങ് ട്രിപ്പൊക്കെ 100-120 കിലോമീറ്ററൊക്കെ പോകേണ്ടി വരണം. പിറ്റേഴ്സ് നമുക്ക് ശരീരമായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ശരീരം തന്നെ അല്ലെങ്കിൽ പിറ്റേഴ്സ് ഒരു മൂഡൗട്ടാകും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഈ വണ്ടിയെ തന്നെ 150-160 കിലോമീറ്റർ ഓടുന്നു. മറ്റേത് ഒരു 60 കിലോമീറ്ററോളം അത് ഓടുന്നു. എന്നാലും ഞാൻ പിറ്റേ ദിവസം തന്നെ വീണ്ടും ഞാനത് ഓടാൻ റെഡിയാക്കി ഇറങ്ങും. അപ്പോൾ അത് ആ വണ്ടി ഓടുകാനുള്ള സ്മൂത്ത്നെസ്, ആ കംഫർട്ട് നമുക്ക് ഓടിക്കാൻ തോന്നും. അതെ, ഇപ്പോഴും മടുക്കുന്നില്ല. ഇപ്പോഴും ഇത്രയും വർഷം ഓടിയിട്ടും നമ്മൾ വേറൊരു വണ്ടിയെ പറ്റി ആലോചിക്കുന്ന ഒരു വണ്ടി തന്നെ അവിടെ തന്നെ എതിർ തന്നെ പുതിയ മോഡൽ വന്നാലും ശരി ടെസ്റ്റ് പോലും ഞാൻ എടുക്കാൻ ഞാൻ നിന്നിട്ടില്ല. കാരണം നമുക്ക് ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല. ഈ അടുത്തൊന്നും നമുക്കിത് മാറണമെന്ന അത് തന്നെയാണ്. ദിവസം എങ്ങനെയാലും 100 കിലോമീറ്റർ ഓടും. ദിവസം 100, അത് 300 വരെ കവർ ചെയ്ത ദിവസങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടൊക്കെ. ചാർജിങ്ങിന് എത്ര നേരം എടുക്കാറുണ്ട്?
ചാർജിങ് 5-5.5 മണിക്കൂർ ആണ്. വീട്ടിലാണോ ചാർജ് ചെയ്യുന്നത്? വീട്ടിൽ തന്നെ. ഗ്രിഡിലുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഗ്രിഡ് അന്ന് ഫസ്റ്റ് ടൈം എനിക്ക് ഗ്രിഡും ഒരു 1.5 വർഷത്തോളം ഫ്രീ ആയിട്ട് കമ്പനി തരുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ ചാർജ് ഉണ്ട്. പിന്നെ വളരെ അടിയന്തരമായിട്ട് ഇപ്പം ലോങ് വല്ലതും പോകുമ്പോൾ ഗ്രിഡ് ഉപയോഗിക്കുക. ഗ്രിഡ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കിലോമീറ്റർ ഓടുക. മറ്റുള്ള വണ്ടിക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത അതും ഉണ്ട്. ഏതറിന് എവിടെ വേണം തൻ്റെ അടുത്ത് നമുക്ക് പോകാം. ഗ്രിഡുണ്ട്. പിന്നെ അല്ല ഇപ്പം ഇതാടെ ആ വണ്ടിയുടെ ആയിട്ട് കൊള്ളാവേണ്ട അവരുടെ ഗ്രിഡും നമുക്ക് ഉപയോഗിക്കാം. രാത്രിയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ? രാത്രി ലൈറ്റ് എങ്ങനെയുണ്ട്? ലൈറ്റിന്റെ ലൈറ്റ് ചെറിയൊരു പോരായ്മയുണ്ട്. ലൈറ്റിന്റെ മറ്റുള്ള വണ്ടി ഞാനിപ്പം ഉപയോഗിക്കുന്ന മറ്റേ ഇലക്ട്രിക് ഇതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വണ്ടിയുടെയൊക്കെ ലൈറ്റ് നല്ല വൈഡ് നല്ല ബ്രൈറ്റ്നുണ്ട്. അത്രയും ഇല്ല. അതെ, കുറച്ചും കൂടെ ഇനിയിപ്പോ പുതിയ വണ്ടിക്ക് അങ്ങനെ ആയിട്ടുണ്ടെന്ന് അറിയില്ല. അതെ അതെ, ഇതിന് ആ ഒരു പോരായ്മയാണ്. 3 വർഷം മുമ്പത്തെ വണ്ടിയാണല്ലോ, പുതിയതിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർക്ക് അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അതെ അതെ. ടയർ ലൈഫ് എങ്ങനെയുണ്ട്? ടയർ ലൈഫ് മറ്റുള്ള വണ്ടിയേക്കാൾ കുറവാണ്. കാരണം ഈ ഓട്ടം ആണല്ലോ. ഈ ഓട്ടത്തിന് അത് ഇതെല്ലാം ഈ ഓട്ടത്തിന്റെ അല്ല, പൊതുവെ തന്നെ ബാക്ക് ടയർ വളരെ ഫാസ്റ്റായിട്ട് തീരും. അതായത് എനിക്ക് തോന്നുന്നു ഒരു 20,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോൾ തന്നെ. പിന്നെ നമ്മുടെ ഓട്ടമായതുകൊണ്ട് തന്നെ ഞാൻ അത് വളരെ നേരത്തെ തന്നെ അത് മാറാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്തായാലും 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഏതാണ് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഉണ്ടാവും. അന്ന് ഈ പരിപാടിക്കൊക്കെ പോയപ്പോൾ അവർ അതിൽ കൂടുതൽ ഓടിയ ആരെങ്കിലും ഉണ്ടായിരുന്നോ അവിടെ? ഇല്ല, അന്ന് കിലോമീറ്റർ ഓടിൻ്റെ അല്ല, ഒരു വർഷം ഏറ്റവും കൂടുതൽ ഓടുന്ന ആ രീതിയിലായിരുന്നു അങ്ങനെ പ്രൈസ് വന്നത്. ഫസ്റ്റ് ഞാൻ ഓടിയത് 57,000 കിലോമീറ്ററാണ് ഫസ്റ്റ് വർഷത്തിൽ. സെക്കൻഡ് വർഷം 62,000. അപ്പം അന്ന് ഒരു പ്രൈസും കൂടെ എനിക്ക് തന്നായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ റേഞ്ച് ചേഞ്ച് ചെയ്തത്. അങ്ങനെ രണ്ട് അത് 188. അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്. അപ്പം അതൊക്കെ അവരത് ഒരു പോയിന്റ് അത് 100 കിലോമീറ്റർ ഫുൾ ചാർജ് ചെയ്തിട്ട് ഓടിയിട്ട് അങ്ങനെയുള്ള രീതിയിലല്ല. അവരേതെങ്കിലും ഒരു പോയിന്റ് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇപ്പം ചാർജൊക്കെ തീരുമ്പോഴേ നമുക്ക് തിരിച്ചിപ്പം വീട്ടിലേക്ക് എത്തണമല്ലോ. അപ്പം നമ്മൾ വലിയ തർക്കമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വളരെ പതുക്കെ പോകുമ്പോഴാണ് 30 ആ റേഞ്ചിലൊക്കെ പോകുമ്പോഴാണ് റേഞ്ച് ഒരുപാട് 30 കിലോമീറ്റർ ഒക്കെ അങ്ങനെ വല്ലതും പോയ ഒരവസരത്തിലായിരിക്കും. അതൊക്കെ കമ്പനി തന്നെയാണ് അത് ഡിസൈൻ ചെയ്യുന്നതൊക്കെ. അന്ന് 9 പേർക്കാണ് പ്രൈസ് കൊടുക്കുന്നത്. അന്ന് 2 പ്രൈസ് എനിക്ക് തന്നെ ആയിരുന്നു. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ റേഞ്ച് സുധീർ ഏറ്റവും കൂടുതൽ റേഞ്ച് എടുത്തു. സെക്കൻഡ് റേഞ്ച് എത്രയായിരുന്നു ഓർമ്മയുണ്ടോ? ആരാ എടുത്തത്? എത്രയായിരുന്നു? 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഒരു കാറ്റഗറി 3 പേർക്കാട്ടോ. ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടി. ഏറ്റവും കൂടുതൽ റേഞ്ച് ചെയ്ത് രണ്ടും ഫസ്റ്റ് ഞാൻ തന്നെ. സെക്കൻഡ് അങ്ങോട്ട് എനിക്കൊന്ന് ഒരു പെൺകുട്ടിയായിരുന്നു, ബാംഗ്ലൂര് ഉണ്ടായിരുന്നു. 160 അങ്ങനെണ്ടായിരുന്നു. ഇതിപ്പോ കണ്ടിന്യൂ നമുക്ക് പ്രതീക്ഷിക്കൊന്നും വേണ്ട. അങ്ങനെ അപ്പൊ ഇപ്പോഴും ഏതൊരു കമ്പനിയുമായിട്ട് നല്ല ബന്ധത്തിലാണോ? പിന്നെ തീർച്ചയായും അവരുമായിട്ട് ബന്ധം ഞാൻ നമ്മുടെ EVM ആയിട്ടുള്ള കാര്യം. അല്ലാതെ അവരുമായിട്ടൊന്നും പിന്നെ അവര് ഈ കാര്യത്തിൽ വിളിച്ചു നല്ല ട്രീറ്റ് ഒക്കെ ചെന്ന്, അതായത് ഷെറാൾട്ടണിലൊക്കെ നമുക്ക് താമസവും അങ്ങനെയൊക്കെ വളരെ അതൊരു സംഭവം. കാരണം ഒരു വണ്ടി എടുത്ത് നമ്മൾ മാക്സിമം ഉപയോഗിക്കും. അതെ അതെ അതെ. എത്ര ആഴ്ച ഓൺ റോഡ് അന്ന് എടുത്തപ്പോ? അന്ന് എടുത്തപ്പോൾ എനിക്ക് തോന്നുന്നു 176 തോന്നുന്നു. ഡയറക്റ്റ് കമ്പനിയായിട്ട് ബന്ധം കുറഞ്ഞെങ്കിൽ പോലും EVM നല്ല ബന്ധങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സർവീസിനൊക്കെ ചെല്ലുമ്പോൾ സ്പെഷ്യൽ ഒരു കൺസിഡറേഷൻ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതിപ്പോൾ ഇത്ര കിലോമീറ്റർ ഓടിയ നിലയ്ക്ക് എല്ലാവരും ഏതൊരു ഉപയോഗിക്കുന്ന എല്ലാവരും എന്നെ കാണുമ്പോൾ തരാറുണ്ട്. പിന്നെ EVM കാര്യം എന്നല്ലേ, ഇപ്പം നമുക്ക് ഇപ്പോഴല്ല നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടിയത്. നമ്മളവിടെ കൊടുത്ത സമയത്ത് EVM തുടങ്ങിയ കാര്യമായിരുന്നു. അന്ന് ഇത്ര കസ്റ്റമർ അവർക്ക് ഇല്ലെങ്കിൽ തന്നെ അന്ന് ഉണ്ടായിരുന്ന ഹരി എന്ന മാനേജറാണ്. അദ്ദേഹം നമ്മുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാം. വണ്ടി കൂടുതലാണ് നമ്മൾ പണിയുന്നത്. അത് കണക്കൂട്ടി തന്നെ ഞാൻ പണി കഴിഞ്ഞിട്ട് അവിടെ ചെന്നുമ്പോൾ അദ്ദേഹം ആ സമയം എടുത്ത് ചിലപ്പം ലേറ്റായിട്ടൊക്കെ എൻ്റെ പണി ഇപ്പം എന്നുള്ള കണ്ണൻ എന്നുള്ള മാനേജരും പിന്നെ നമ്മുടെ ടെക്നീഷ്യൻ അക്ഷയൊക്കെ വളരെ കോപ്പറേറ്റ്. നമുക്ക് വളരെ നന്ദിയോടെ പറയാൻ പറ്റും. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഇത്ര നാളായിട്ട് 2 ദിവസം മാത്രമേ വണ്ടി അവിടെ ഇരുന്നിട്ടുള്ളൂ. അതായത് അതിൻ്റെ ഷോക്ക് അബ്സർവ് പോയപ്പം അന്ന് അവിടെ സ്റ്റോക്കില്ല. പിന്നെ അവർ EVM തന്നെ തിരുവല്ലയിലുള്ള ഷോറൂമിൽ നിന്ന് അവരെടുപ്പിച്ചു. എന്നിട്ട് നിൽക്കാക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പോകാൻ വന്നു. അങ്ങനെ ഞാൻ തന്നെ പോയി എടുത്തും വന്ന് കൊടുത്തു. വളരെ കോപ്പറേറ്റ്. അതൊക്കെ അതുകൊണ്ട് തന്നെ എനിക്ക് ഓടാൻ പറ്റിയത്. ഇപ്പോഴും വണ്ടി അതേ പഴയ അലഞ്ഞു പോകാതെ അതേ സ്മൂത്ത്നെസ് നിൽക്കുന്ന അവരുടെ സർവീസിന്റെ. അത് തീർച്ചയായിട്ടും അവർക്ക് അഭിമാനം വേണമല്ലോ. അവർക്ക് അഭിമാനിക്കാം, ഏതറിനെ അഭിമാനിക്കാം. 2 ലക്ഷം കിലോമീറ്റർ ഓടി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ സഹകരണം കൂടെ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഏതർ 450X എടുക്കട്ടെ എന്നൊരാൾ ചോദിച്ചാൽ എന്താണ് സുധീറിന്റെ ഉത്തരം? എനിക്ക് ഉത്തരം നല്ല വണ്ടി കൊണ്ട് വർക്ക് ചെയ്യുന്നവർ, അതായത് ഡെലിവറി ബോയ്സ് തന്നെ പോലെ ഡെലിവറി ബോയ്സ് അല്ലെങ്കിൽ കൊറിയർ സർവീസ്, അങ്ങനെ വണ്ടി കൊണ്ട് വർക്കുന്ന ഏറ്റവും അനുയോജ്യ വണ്ടി തന്നെയാണ്. എനിക്ക് കിട്ടുന്ന പെർഫോമൻസ് വെച്ചിട്ട് ഈ പാർട്സിന് അത്രയും വില കൊടുത്താൽ
അതൊന്നും നഷ്ടമൊന്നും എനിക്ക് തോന്നുന്നു. ഒരിക്കലും നഷ്ടമൊന്നുമല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ ആശങ്കയൊന്നുമില്ല, ബാറ്ററിയുടെ കാര്യത്തിൽ അങ്ങനെ ഇല്ല, പേടിയൊന്നുമില്ല. എനിക്ക് ആശങ്ക, ഞാൻ 60,000 കിലോമീറ്റർ നമുക്ക് ഒരു ഗ്യാരണ്ടി ഉള്ളത്. ഞാൻ ഒരു വർഷം 1,00,000 കിലോമീറ്റർ മാത്രം അത് വണ്ടി എടുക്കുമ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം. പക്ഷെ ഇതിപ്പോ 2 ആയിട്ടുണ്ട്. പൂ ചോദിച്ച് പൂന്തോട്ടം തന്നു. അതെ അതെ, അത് പിന്നെ നമ്മളതിനകത്ത് ആ പൂവിനകത്തുള്ള നിറം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. പറഞ്ഞാൽ 2,00,000 കിലോമീറ്റർ ഓടും ഇലക്ട്രിക് സ്കൂട്ടർ എന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സുധീറിനെ കാണുമ്പോൾ. കാരണം നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക എന്ന് പറയുന്നത് ബാറ്ററി റീപ്ലേസ്മെൻറ്റ്. അത് മറ്റൊരു മോഡലിൽ അത് സുധീർ അനുഭവിക്കുകയും ചെയ്തു. പക്ഷേ 2,00,000 കിലോമീറ്ററായിട്ടും ബാറ്ററി അനങ്ങിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു ഗംഭീര ടെക്നോളജി തന്നെയാണെന്നാണ് പറയുന്നത്, അല്ലേ? എന്തായാലും ഒരു ഗംഭീര കോൺവെർസേഷൻ ആയിരുന്നു. കാരണം നല്ല സുധീർ നല്ല രസമായിട്ട് സംസാരിച്ച് ഈ കാര്യത്തെ പറ്റി. 2,00,000 കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ ഇനി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോലെ കമൻറ്റ് ചെയ്യണം, നമുക്കൊന്ന് അറിയാനാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കാറായോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിച്ചോ എന്ന് ഉത്തരം പറയണമെങ്കിൽ നമുക്ക് ഇത്തരം കുറച്ച് ഫീഡ്ബാക്ക് കൂടെ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഏതായാലും 2,00,000 കിലോമീറ്റർ ഓടിച്ചതിന് അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇന്ന് ഏതാ ഏറ്റവും മികച്ച മീൻ, ഇന്ന് ഏതാ കയ്യിലുള്ളത്? മികച്ച മീൻ കുറവായ സമയമാണ്, സാധാരണ രീതിയിലുള്ള മീനൊക്കെ. ഏത് മീനാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ കഴിക്കുന്ന മീൻ? അയലയും മത്തിയും ആണല്ലേ? ഇപ്പോഴും അത് തന്നെ മത്തി തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ പ്രീമിയം മീനിലേക്ക് പോയാൽ അത് ഏറ്റവും കൂടുതൽ മലയാളികളുടെ ഇഷ്ടം മീൻ? പ്രീമിയം പോകണമെങ്കിൽ ആഗോലി, നെമ്മീൻ, ആ കാറ്റഗറി പോകും. ഇപ്പം വളരെ വിലയുണ്ട്. ഈ സമയം മീൻ കുറവുള്ള ടൈമാണ്. പിന്നെ മീൻ പുറത്തുനിന്ന് വരുന്നുണ്ട്, അത് നമുക്ക് കൊടുക്കാം. ഇപ്പം എനിക്ക് ഇത്രയും നാൾ ഇപ്പോഴും ആ കസ്റ്റമർ 4-5 വർഷത്തോളമായി, 5-6 വർഷത്തോളമായി. ഇപ്പോഴും ആ കസ്റ്റമർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് അവർ പോയി വാങ്ങിക്കുന്ന പോലെയുള്ള ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ എപ്പോഴും ഒന്നും പറയാൻ പറ്റത്തില്ല, അബദ്ധം പറ്റാറുണ്ട്. വെളിയിൽ നിന്നുള്ള മീനുകൾ പൊതുവെ എടുക്കാറില്ല, അല്ലേ? ഇല്ലില്ല, മാക്സിമം നമ്മൾ ഒഴിവാക്കും. പിന്നെ നമ്മളെയും കണ്ട് ഇത് കെട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഷോപ്പായിട്ടൊന്നും ചിന്തിക്കുന്നില്ല? ഷോപ്പായിട്ടൊന്നും അങ്ങനെ ഒന്നും വലിയ ഉയർച്ചപ്പിലല്ല. ഓൺലൈൻ ആണ് ചെയ്യുന്നത്, ഓൺലൈൻ സർവീസ്. അപ്പം ഷോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഓൺലൈനും ചെയ്യുന്നുണ്ട് ഒരുപാട് പേര്, എല്ലാവരും ചെയ്യുന്നു. പിന്നെ നമ്മളിലുള്ള വിശ്വാസം അതുകൊണ്ട് ഒരുപാടൊന്നും ബൃഹത്തായിട്ടൊന്നുമല്ല. ഇത്ര വലിയ വൈഡ് ഏരിയ അത്ര വലിയ ബിസിനസ്സും ഒന്നുമില്ല, അവർക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്തായാലും ആ വിശ്വാസത മീനിന്റെ കാര്യത്തിലും ഏതറിന്റെ കാര്യത്തിലും തുടരട്ടെ. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ പ്രിയാസിന്റെ സ്വിഗ്ഗി ഓടുന്നുണ്ട് പാർട്ട് ടൈമായിട്ട്. അല്ല ഇവരിത്ര തയ്ക്കാൻ പറ്റത്തില്ല, സ്വിഗ്ഗി ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ തന്നെ ടൗണിൽ പ്രിയാസ് ഒരു ഡയറ്റ് ഫുഡിന്റെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അവരുടെ ഡെലിവറി ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ട്. വീഡിയോ എത്ര മണിക്ക് ഇറങ്ങിണ്ടാവില്ലേ? അത് അതിശയം, അത് ആൾക്കാരെന്നെ ചോദിക്കുന്നത്. ഞാനിവിടെ 7 മണിയാകുമ്പോൾ ഇറങ്ങും. പിന്നെ ഒരു ഉച്ചയ്ക്ക് 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അതെടുക്കുമ്പോൾ വണ്ടി ചാർജായി. പിന്നെ 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി. പിന്നെ അത്തെ കാര്യം വളരെ ലേറ്റായിട്ട് വീട്ടിലേക്ക് എല്ലാം പറ്റത്തില്ല. സ്വിഗ്ഗിയുടെ 3 മണി വരെ ഉണ്ട് ഇവിടെ. എന്നാലും ഞാനൊരു 12-1 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ. നമ്മളെ ബഹുമാനിക്കേണ്ട അത്രയധികം അധ്വാനിക്കുന്ന ആളെ. കുട്ടികളൊക്കെ എത്ര പേരാ? 2 പേരാണ്, മുതിർന്ന പിള്ളേരൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും അന്വേഷണം പറഞ്ഞേക്ക്. അപ്പോൾ വീണ്ടും നമ്മൾ ഇതൊരു 5,00,000 കിലോമീറ്റർ ആകുമ്പോൾ ഞാൻ വീണ്ടും വരും. ഓക്കെ, താങ്ക് യു സോ മച്ച്.